പഠനത്തോടൊപ്പം സന്തോഷവും സൗഹൃദവും നിറച്ചൊരു ദിനമായി മാറി നെന്മാറ ബേഡ്സ് സ്കൂളിലെ അന്തേവാസികളുടെ വിനോദയാത്ര. നെന്മാറ പെറ്റ്സ് പാർക്കിലേക്കായിരുന്നു 34 അന്തേവാസികൾ പങ്കെടുത്ത വിനോദയാത്ര സംഘടിപ്പിച്ചത്. ബേഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ യാത്ര ഒരുക്കിയത്. രാവിലെ തന്നെ യാത്രയ്ക്കായി ഒരുങ്ങിയെത്തിയ അന്തേവാസികളിൽ വലിയ ആവേശമായിരുന്നു. പതിവ് ക്ലാസ് മുറികളിൽ നിന്നും മാറി പ്രകൃതിയോടും മൃഗങ്ങളോടും അടുത്തിടപഴകാനും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരം ലഭിച്ചതിന്റെ സന്തോഷം ഓരോരുത്തരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. പെറ്റ്സ് പാർക്കിലെത്തിയതോടെ കാഴ്ചകളും അനുഭവങ്ങളും അന്തേവാസികളുടെ കൗതുകം വർദ്ധിപ്പിച്ചു. സ്വദേശികളും വിദേശികളുമായ മൃഗങ്ങളെയും പക്ഷികളെയും അടുത്തുകണ്ട് അവയെക്കുറിച്ച് മനസ്സിലാക്കാനും പാർക്കിലെ മനോഹരമായ അന്തരീക്ഷം ആസ്വദിക്കാനും അവസരം ലഭിച്ചു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സുരക്ഷ ഉറപ്പാക്കിയാണ് അന്തേവാസികൾക്കായി വിവിധ വിനോദ പ്രവർത്തനങ്ങൾ ഒരുക്കിയത്. സാധാരണ ദിവസങ്ങളിൽ പരിമിതമായ ഇടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ജീവിതത്തിൽ നിന്നും മാറി സ്വതന്ത്രമായി ചുറ്റി നടന്ന് കാഴ്ചകൾ ആസ്വദിക്കാനും കൂട്ടുകാരുമായി സന്തോഷം പങ്കിടാനും കഴിഞ്ഞത് അവർക്കേറെ പ്രിയപ്പെട്ട അനുഭവമായി. ബഡ്സ് ദിനാചരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായ സന്തോഷവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുന്ന രീതിയിലായിരുന്നു പരിപാടി. പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികൾക്കും മുതിർന്നവർക്കും സമൂഹത്തിന്റെ പൊതു ഇടങ്ങളിൽ സമാനമായ അവകാശത്തോടെയും സന്തോഷത്തോടെയും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കേണ്ടതിന്റെ പ്രാധാന്യവും യാത്ര ഓർമ്മിപ്പിച്ചു. നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CC സുനിൽ പരിപാടിയുടെ ഭാഗമായി. ബഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ന് നെന്മാറയിലുള്ള പെറ്റ്സ് പാർക്ക് കാണുന്നതിനായിട്ട് കടന്നെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏറെ അംഗപരിമിതരായ ഭിന്നശേഷിയുള്ള കുട്ടികളാണ് ബഡ്സ് വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധയൂന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർപ്പിക്കുന്നൊരു വിഭാഗമാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളും ഭിന്നശേഷിയുള്ള ആളുകളൊക്കെ. നെന്മാറ ഗ്രാമപഞ്ചായത്ത് വളരെയേറെ പരിഗണനയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവർ നമ്മുടെ വർഷങ്ങളായി നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ വളരെ വിജയകരമായാണ് നമ്മുടെ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 35ഓളം കുട്ടികൾ 34ഓളം കുട്ടികൾ നിലവിലുണ്ട്. അവിടെ ഒരു ടീച്ചറും ഒരു ആയയും അടക്കമുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ബഡ്സ് സ്കൂളിലെ അന്തേവാസികൾക്ക് വിനോദത്തിനും മാനസികോല്ലാസത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശശികലയുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര. പെറ്റ്സ് പാർക്കിൽ NSS കോളേജിലുള്ള പെറ്റ്സ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ട്. അതോടൊപ്പം നല്ല സന്തോഷത്തിലാണ് എല്ലാ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തിരിക്കുന്നത്. അന്തേവാസികൾക്ക് ഇത്തരം യാത്രകൾ നൽകുന്ന സന്തോഷവും ആത്മവിശ്വാസവും വളരെ വലുതാണെന്നും അവരുടെ കഴിവുകളും താൽപ്പര്യങ്ങളും തിരിച്ചറിഞ്ഞ കൂടുതൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. പെറ്റ്സ് പാർക്കിലെ കാഴ്ചകളും കൂട്ടുകാരുമൊത്തുള്ള നിമിഷങ്ങളും മനസ്സു നിറയെ ആസ്വദിച്ചാണ് 34 അന്തേവാസികളും മടങ്ങിയത്. ബഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഈ യാത്ര അവർക്കൊരു വിനോദയാത്ര മാത്രമായിരുന്നില്ല. സന്തോഷം പങ്കിടാനും സൗഹൃദം ആഘോഷിക്കുവാനും സമൂഹത്തിന്റെ ഭാഗമായി തങ്ങളെയും ചേർത്തു നിർത്തുന്നുണ്ടെന്ന ആത്മവിശ്വാസം പകരുവാനും കഴിഞ്ഞ ഒരു മറക്കാനാകാത്ത ദിനം കൂടിയായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.